PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിന് വഴങ്ങിയതിൽ ന്യായീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. 1466 കോടി രൂപ എന്തിന് കളയണമെന്നാണ് മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കുട്ടികൾക്ക് ലഭിക്കേണ്ട ഫണ്ട് സാങ്കേതികത്വം പറഞ്ഞ് മാറ്റേണ്ടതില്ല എന്നും മന്ത്രി പറയുന്നുണ്ട്. കുട്ടികളുടെ കാര്യമല്ലേ എല്ലാവരും അംഗീകരിക്കണമെന്നും CPIക്ക് മറുപടിയും നൽകി. അടുത്തയാഴ്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും ശിവൻകുട്ടി പറയുന്നുണ്ട്. പദ്ധതി നടപ്പാക്കാത്തതിൽ 2 വർഷമായി സമഗ്ര ശിക്ഷ കേരളയ്ക്ക് ലഭ്യമാകാതിരുന്ന 1200 കോടി രൂപയിൽ കണ്ണുവെച്ചാണ് പുതിയ നീക്കം. CPIയുടെ കടുത്ത എതിർപ്പ് തുടരുമ്പോഴും മന്ത്രിസഭയെയും മുന്നണിയെയും മറികടന്നാണ് പദ്ധതിയിൽ ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുന്നത്. മന്ത്രിയെ കാണാൻ വേണ്ടി അടുത്ത ആഴ്ച പോകുന്നുണ്ട്. കേന്ദ്രമന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര വിദ്യാഭ്യാസത്തിൻ്റെ സഹമന്ത്രി സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിയും അവർ രണ്ടുപേരും കഴിഞ്ഞ ആഴ്ചയാണ് കത്ത് വീണ്ടും അയച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടക്കം ആൾക്കാരെ കണ്ടപ്പോഴും ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കേന്ദ്രത്തിന് വഴങ്ങിയതിൽ ന്യായീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. 1466 കോടി രൂപ എന്തിന് കളയണമെന്നാണ് ഇപ്പോൾ മന്ത്രിയുടെ വാദം. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മന്ത്രിയുടെ നിലപാട്. കാരണം ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ വലിയ രീതിയിലുള്ള ശക്തമായ സമരങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ഇത്തരം സ്കീമുകൾ എന്തിനാണ് സർക്കാർ തടഞ്ഞു വെക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും മന്ത്രി ഈ നിലപാടിലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കിട്ടേണ്ട 1200 കോടി രൂപ അല്ലെങ്കിൽ ആ പദ്ധതിയിൽ കണ്ണുവെച്ചാണ് ഇപ്പോൾ സർക്കാർ പുതിയ നീക്കം നടത്തുന്നത് എന്നാണ് ഒരു ആരോപണം. തീർച്ചയായും ദേവിക, ഒടുവിൽ സർക്കാർ PM ശ്രീ പദ്ധതിയിലേക്ക് വഴങ്ങിയിരിക്കുന്നു പറയേണ്ടത്. ABVP നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടത് ABVP എന്ന വിദ്യാർത്ഥി സംഘടന തന്നെയാണ്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി അതിന് വഴങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. അല്പസമയം സംഘടന തന്നെയാണ് എന്തിനാണ് വെറുതെ കളയുന്നത് എന്നൊരു കാര്യമാണ്. അതായത് മുൻപ് പറഞ്ഞ പ്രസ്താവനകളെയൊക്കെ തിരുത്തിക്കൊണ്ട് പുതിയൊരു പ്രസ്താവനയുമായി വിദ്യാഭ്യാസ മന്ത്രി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ആഴ്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിന് വഴങ്ങിയതിൽ പുതിയ ന്യായീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. 1466 കോടി രൂപ എന്തിന് കളയണം എന്നാണ് ഇപ്പോൾ മന്ത്രി ചോദിക്കുന്നത്. ഇങ്ങനെ ആയിരുന്നില്ല മന്ത്രിയുടെ നേരത്തെ നിലപാട്. ABVP അടക്കമുള്ള സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും വിദ്യാഭ്യാസ വകുപ്പിനെതിരെയും നടത്തിയിരുന്നു. അന്ന് ഇത്തരത്തിലുള്ളൊരു നിലപാടിലായിരുന്നില്ല. എന്ത് ചെയ്താലും ഒപ്പുവയ്ക്കില്ല എന്നുള്ളൊരു ഉറച്ച നിലപാടിലായിരുന്നു മന്ത്രി. പക്ഷേ ഇപ്പോൾ മന്ത്രിയുടെ നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു. കുട്ടികൾക്ക് ലഭിക്കേണ്ട ഫണ്ട് സാങ്കേതികത്വം പറഞ്ഞ് മാറ്റേണ്ടതില്ല എന്നാണ് പുതിയ നിലപാട്. കുട്ടികളുടെ കാര്യമല്ലേ എല്ലാവരും അംഗീകരിക്കണമെന്നും CPIക്കും മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. കടുത്ത എതിർപ്പാണ് CPIയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ വന്നുകൊണ്ടിരുന്നത്. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, കേൾക്കാമെങ്കിൽ തുടരാം. തീർച്ചയായും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മന്ത്രി തന്റെ നിലപാടുമായി പോകുന്നത് എന്ന് തന്നെയാണ് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIയുടെ എതിർപ്പാണുള്ളത്. ചോദ്യത്തിന് മന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള എതിർപ്പുകൾ കാര്യമാക്കേണ്ടതില്ല. കാരണം വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്നൊരു ന്യായീകരണമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഒരു വിചിത്രവാദവുമായാണ് ശിവൻകുട്ടി എത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ആദ്യം അതായത് പ്രതികരണവുമായി വന്നതും മന്ത്രി വി ശിവൻകുട്ടി ആണെന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ABVP ഉൾപ്പെടെ നിരവധി തവണ മന്ത്രിയെ കാണുകയും നിവേദനം ഉൾപ്പെടെ കൈമാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടി എന്തിനാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യവുമായി മന്ത്രി തന്നെ രംഗത്ത് വരുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ദേവിക. കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടിക്കാഴ്ചകൾ നടന്നു എന്നത് തന്നെയാണ്. ഈ നേരത്തെ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ CPM പൊതുവിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചിരുന്നുവെങ്കിലും മന്ത്രിസഭയിലൊന്നും തന്നെ ഈ കാര്യങ്ങളൊന്നും തന്നെ ചർച്ച ചെയ്തിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPIയുടെ ഭാഗത്തുനിന്ന് 2 തവണ ഈ എതിർപ്പ് ഉണ്ടായിരുന്നു. ആ എതിർപ്പ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലും PM ശ്രീ പദ്ധതിയിൽ അനുകൂല നിലപാടുമായി സർക്കാർ പോകുന്നു. കേന്ദ്രത്തിന്റെ പദ്ധതിയെ അംഗീകരിച്ചുകൊണ്ട് പോകുന്നു എന്നാണ്. എന്തായാലും പിടിവാശികളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട്
വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് പോകുന്നു, നിലപാടുകൾ തിരുത്തുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും EBVP യുടെ സമരം ഫലം കണ്ടു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദേവിക.